സുവിശേഷം ആകുന്ന ആ കീ കൊണ്ട് യഹൂദിയ ലോകത്തെയും വിജാതീയ ലോകത്തെയും ക്രിസ്തുവിനിലേക്ക് കൊണ്ടുവരാൻ ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചു. എന്നാൽ വിശാലമായി പറഞ്ഞാൽ വളരെ വ്യാപകമായ നിലയിൽ സുവിശേഷം വിജാതീയരെ എത്തിച്ചത് പൗലോസായിരുന്നു. ഇപ്പോൾ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു മൂവ് നമുക്ക് കാണാൻ സാധിക്കും. വെറും മൂവ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതിനെ പരിശുദ്ധാത്മാവിന്റെ മേൽക്കോയ്മ എന്ന് പറയുവാൻ സാധിക്കും. പരിശുദ്ധാത്മാവിന്റെ ഒരു മേൽക്കോയ്മ ഈ പ്രവർത്തന പുസ്തകത്തിലുണ്ട്. അത് നമ്മൾ ഓൾറെഡി വായിച്ചു കഴിഞ്ഞു. പരിശുദ്ധാത്മാവ് ഒരു ശക്തിയല്ല, വെറും ശക്തിയല്ല എന്ന് ഉപയോഗിച്ചു. ഒരു കൊടുങ്കാറ്റ് പോലെയോ ഒരു അഗ്നി ജ്വാല പോലെയോ ഒരു ശക്തിയല്ല. പരിശുദ്ധാത്മാവ് ഒരു ശക്തിയുണ്ട്, അത് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ പരിശുദ്ധാത്മാവ് ഒരാളത്വത്തിൽ കുറഞ്ഞ ഒരാളാണ്. ദ ഹോളി സ്പിരിറ്റ് ഈസ് എ പേഴ്സൺ. പരിശുദ്ധാത്മാവിനെ ഒരാളായി നമ്മൾ മനസ്സിലാക്കുക. ത്രിത്വത്തിൽ ക്രിസ്തുവിനുള്ള ആളത്വം പോലെ തന്നെ പരിശുദ്ധാത്മാവിനും ഒരു ആളത്വമുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, പറഞ്ഞയക്കുന്നു, കൽപ്പിക്കുന്നു, പരിശുദ്ധാത്മാവിന് തോന്നുന്നു, പരിശുദ്ധാത്മാവ് വിലക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു ആളിനെ പോലെ പ്രവർത്തിക്കുകയാണ്. ഒരു ദൃശ്യമായ വ്യക്തിയായിരുന്നു പരിശുദ്ധാത്മാവ് ആദിമസഭയിൽ. അതുപോലെ തന്നെ ദൃശ്യമായ മറ്റൊരു കാര്യമാണ് ദൈവകൃപ. ദൈവകൃപ കണ്ടു എന്ന് ബർന്നബാസ് അന്ത്യോക്യ സഭയെ സന്ദർശിച്ചപ്പോൾ ആ സഭയുടെ ഇടയിൽ മധ്യേ കൃപ കണ്ടു എന്ന് പറയുന്നത്. കൃപ ദൃശ്യമായ ഒന്നായിരുന്നു, കാണത്തക്കവണ്ണം ദൃശ്യമായി. പരിശുദ്ധാത്മാവ് കാണത്തക്കവണ്ണം ദൃശ്യമായിരുന്നു ആദിമ സഭയിൽ. സോ ഈ പരിശുദ്ധാത്മാവ് ഒരു ഇനിഷ്യേറ്റ് ചെയ്യുന്ന നിലയിലുള്ള ഒരു പ്രവർത്തനം ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് ഇതിൻ്റെ കീവേഡ്സ് 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. എല്ലാവർക്കും പരിചിതമാണ്, പുസ്തകത്തിൽ എല്ലാവർക്കും അത് പരിചിതമാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകും. അതാണ് ആ വാക്യമാണ് ഇതിലെ ഏറ്റവും പ്രധാന വാക്യം. ആ വാക്യം അക്ഷരാർത്ഥത്തിൽ എങ്ങനെ നിവർത്തിക്കപ്പെട്ടു എന്നാണ് അപ്പോസ്തല പ്രവൃത്തികൾ. ഇതിന്റെ എഴുത്തുകാരൻ ഡോക്ടർ ലൂക്കാണ്. ഡോക്ടർ ലൂക്ക് എഴുതുന്ന 2 ഗ്രന്ഥങ്ങൾ നമുക്കുണ്ട്. ഒന്ന് ലൂക്കോസിന്റെ സുവിശേഷമാണ്, മറ്റേത് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളാണ്. സുവിശേഷങ്ങളിൽ 24 അധ്യായവും അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി 28 അധ്യായങ്ങളും. അപ്പൊ ഈ 2 പുസ്തകങ്ങൾ ചേർന്നാൽ പുതിയ നിയമത്തിന്റെ ഏതാണ്ട് 4/1 ഭാഗം. അപ്പൊ പുതിയ നിയമത്തിന്റെ 4/1 ഭാഗം നമുക്ക് സംഭാവന ചെയ്ത അനുഗ്രഹീത രചയിതാവാണ്, എഴുത്തുകാരനാണ് ഡോക്ടർ ലൂക്ക്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് അധികമൊന്നും അറിയില്ല. അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങളിൽ അദ്ദേഹത്തിന്റെ കാര്യം അദ്ദേഹം എഴുതിയിട്ടേ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഈ ഗ്രന്ഥങ്ങളിൽ ഒന്നും എഴുതിയിട്ടില്ല. ആർക്കാണ് എഴുതുന്നതെന്ന് പറയുന്നത് 1-ാം അധ്യായത്തിന്റെ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം, പ്രവർത്തന പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യവും മൊത്തം വായിക്കുന്നു. തെയോഫിലോസേ, അവിടെ 1-ാം അധ്യായം പ്രവർത്തന പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. തെയോഫിലോസേ, ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം എന്നവിടെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇത് 2-ാമത്തെ ചരിത്രമാണ്. 2 ചരിത്രങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. 1-ാമത്തെ ചരിത്രം അത് ലൂക്കോസിന്റെ സുവിശേഷമാണ്, യേശുവിന്റെ ചരിത്രം. 2-ാമത്തെ ചരിത്രം ഞാൻ എഴുതാൻ തുടങ്ങിയാണ്, അതും യേശുവിന്റെ ചരിത്രമാണ്. വേറെ വിധത്തിൽ പറഞ്ഞാൽ
സഭയുടെ ചരിത്രമാണ്. സഭയുടെ ചരിത്രം തന്നെയാണ് യേശുവിന്റെ ചരിത്രം. യേശുവിന്റെ ചരിത്രം തന്നെയാണ് സഭയുടെ ചരിത്രം. ഒരു ചരിത്രത്തിന്റെ ഒരു ചരിത്ര രചനയുടെ 2 വോളിയംസ്, 2 വാല്യങ്ങളാണ് ഈ രണ്ടും അവസാനിക്കുന്ന ഏകദേശം ഒരുപോലെയാണ്. അത് നമുക്ക് ഒരിക്കൽ കൂടെ വായിക്കാം. 24-ാം അധ്യായത്തിന്റെ, ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ ഭാഗം. എല്ലായ്പ്പോഴും ദൈവാലയത്തിലിരുന്ന് ശിഷ്യന്മാർ ദൈവത്തെ എന്ത് ചെയ്തു? വാഴ്ത്തിപ്പോന്നു. 28-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ ഭാഗം, പ്രവർത്തന പുസ്തകം 28-ന്റെ ഒടുവിലത്തെ ഭാഗം. കൈക്കൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ എന്ത് ചെയ്തു? ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചും പോന്നു. അപ്പോൾ 2 കാര്യങ്ങൾ പറഞ്ഞാണ് ഓരോരോ കാര്യം, ഓരോ ഗ്രന്ഥത്തിലും ഓരോ പ്രത്യേക കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുക. ലൂക്കോസിന്റെ സുവിശേഷം അവസാനിക്കുന്നത് വാഴ്ത്തിപ്പോന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. പ്രവർത്തന പുസ്തകം അവസാനിക്കുന്നത് ഉപദേശിച്ചു പോന്നു എന്ന് പറയുന്നു. ദൈവസഭയുടെ 2 ദൗത്യങ്ങൾ അവിടെ കാണുന്നു. ദൈവസഭയെ കുറിച്ച് ഉദ്ദേശിക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, ദൈവാലയത്തിലിരുന്ന് ദൈവത്തെ ആരാധിക്കുക. മറ്റേത് വാടക വീട്ടിലാണേലും അറസ്റ്റിലാണേലും കർത്താവിനെ സൂക്ഷിക്കുക. 2 കാര്യം. ദൈവസഭയ്ക്ക് വേറെ കാര്യമൊന്നുമില്ല. ഈ 2 കാര്യവും. ഈ 2 കാര്യത്തോട് ബന്ധപ്പെട്ടാണ് ബാക്കി എല്ലാ കാര്യങ്ങളും. ദൈവാലയത്തിലിരുന്ന് ദൈവത്തെ വാഴ്ത്തിപ്പോരുക. ഇവിടെ റോമിൽ വാടക വീട്ടിൽ ഇരുന്ന് അറസ്റ്റിലായ, വീട്ടുതടങ്കലിലായ പൗലോസ് ഉപദേശിച്ച്, അപ്പൊ അതിനെ ഫോക്കസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. സഭ ഇതിൽ നിന്ന് വ്യതിചലിപ്പിക്കുക എന്നുള്ളതാണ് പിശാചിന്റെ തന്ത്രം. നമ്മെ ഏൽപ്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങളിലേക്ക് നമ്മെ വ്യതിചലിപ്പിക്കുക. സഭയെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നതേ ഉള്ളൂ. ദൈവസഭ ദൈവത്തെ ആരാധിക്കുക. അത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഈ 2 ഗ്രന്ഥവും അവസാനിപ്പിച്ചതൊരു വിശേഷമായിട്ട് തോന്നില്ലേ? വാഴ്ത്തിപ്പോന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഓർപ്പിച്ചതുപോലെ ഒരു ഉപസംഹാരമില്ലാത്ത ഗ്രന്ഥങ്ങളാണ് 2. ആശീർവാദ വചനങ്ങൾ ഒരു ഡോക്സോളജിയോ ബെനഡിക്ഷനോ ഒന്നും നമുക്ക് ഇതിൽ കാണുവാനായിട്ട് സാധിക്കുന്നില്ല. ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വാഴ്ത്തി ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദൈവാലയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദൈവസഭ ദൈവത്തെ ആരാധിക്കണം. തടങ്കലിലാണെങ്കിലും തടങ്കലിലല്ലെങ്കിലും ദൈവസഭ ദൈവത്തെ, യേശുക്രിസ്തുവിനെ പ്രസംഗിക്കണം. പ്രൈസ് ദി ലോർഡ്. ആ ദൗത്യം ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് ഓരോരുത്തർക്കും പറയുവാനായിട്ട് കഴിയും. സഭ എന്നുള്ളതായ നിലയിൽ ആ ദൗത്യം എന്റേതാണ്, എന്റെ സഭയുടേതാണെന്ന് പറയാൻ കഴിയണം. അപ്പോൾ മാത്രമേ സഭയുടെ എക്സിസ്റ്റൻസ് പർപ്പസ്, നമ്മളുടെ ആസ്തിക ലക്ഷ്യം, സഭ ഭൂമിയിൽ ആയിരിക്കുന്നതിന്റെ ആ ലക്ഷ്യം പൂർത്തിയാക്കാൻ. The existential purpose of the Church of God is to worship and to witness. അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ വെച്ചിരിക്കുന്നതിന്റെ ആ ലക്ഷ്യം അതാണെന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കി. അപ്പൊ ആ കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഡോക്ടർ ലൂക്ക് തെയോഫിലോസിന് ഈ ഗ്രന്ഥം എഴുതിയിരിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ തെയോഫിലോസ് എന്ന് പറയുമ്പോൾ അതിന് തൊട്ടു മുമ്പിൽ ശ്രീമാനായ തെയോഫിലോസെ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പ്രവർത്തന പുസ്തകം എഴുതാൻ തുടങ്ങിയപ്പോൾ ശ്രീമാനെ വിട്ടുകളഞ്ഞു, തെയോഫിലോസെ എന്നായി. ഈ ശ്രീമാൻ എന്ന് പറഞ്ഞാൽ രാജശ്രീ എന്ന് പ്രവർത്തന പുസ്തകത്തിൽ 2 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം രാജശ്രീ 2 റോമൻ ഗവർണേഴ്സിനെ സംബോധന ചെയ്യാൻ വേണ്ടിയാണ് രാജശ്രീ. ഉന്നത സ്ഥാനികൾക്ക് അന്ന് നൽകിയിരുന്ന ഒരു പൂജക പദമാണ് ഈ രാജശ്രീ അഥവാ ശ്രീമാൻ. അപ്പൊ ആരോ ഉന്നതനായ ഒരു വ്യക്തിയാണ് ഈ തെയോഫിലോസ്. നമുക്കറിയാം, ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പിന്നാലെ ഓരോ ദിവസം സംസാരിച്ചോളൂ. അപ്പൊ ആരോ ഉന്നതനായ ഒരു വ്യക്തി എഴുതിയതായ 2 ഗ്രന്ഥങ്ങളാണിത്. അന്ന് വെറും സാധാരണക്കാർ മാത്രമല്ലായിരുന്നു ക്രിസ്തുവിനെ അറിഞ്ഞിരുന്നത്, ക്രിസ്തുവിനെ അംഗീകരിച്ചിരുന്നത്. സാധാരണക്കാർ മെജോറിറ്റി ആയിരുന്നു. എന്നാൽ അസാധാരണക്കാരായ പലരും, ഉന്നതന്മാരായ പലരും
ഒരു മൈനോറിറ്റി ആയിട്ട് അന്ന് ക്രൈസ്തവ സമൂഹത്തിലുണ്ടായി. യേശുവിന്റെ ശിഷ്യന്മാരിൽ തന്നെ മുക്കുവന്മാര് ധാരാളം ഉണ്ടായിരുന്നു, സാധാരണക്കാരുണ്ടായിരുന്നു. പക്ഷെങ്കിൽ രഹസ്യ ശിഷ്യന്മാരെ ആയിരുന്ന യോസഫിനെ പോലെയും നിക്കോദമസിനെ പോലെയും ഉന്നതന്മാരും യേശുവിന്റെ ശിഷ്യഗണത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ സുവിശേഷം എന്ന് പറയുന്നത്, സുവിശേഷം ആർക്കുമുള്ളതാണ്. അതിൻ്റെ അകത്ത് സ്റ്റാറ്റസ് വ്യത്യാസമൊന്നുമില്ല. ഏത് നിലയിലുള്ള ഏത് ക്ലാസ്സിലുള്ളവർക്കും സുവിശേഷം പങ്കിടണം. പക്ഷെ പൊതുവെ നമ്മൾ നോക്കിയാൽ സാധാരണക്കാരും കീഴോട്ടുള്ളവരുമാണ് സുവിശേഷത്തിലേക്ക് ആകർഷിക്കുന്നത്. എന്നാൽ മറ്റുള്ളവർക്ക് സുവിശേഷം വേണ്ട എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. അവരോടും സുവിശേഷം അറിയിക്കാൻ കഴിയും. എനിവേ തിയോഫിലോസ് എങ്ങനെയാണ് മാനസാന്തരപ്പെട്ടത്? അദ്ദേഹം മാനസാന്തരപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നോ അല്ലായിരുന്നോ എന്നൊന്നും ബൈബിളിൽ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടില്ല. അത് ഞാൻ അടുത്ത ആഴ്ച അദ്ദേഹത്തെ കുറിച്ച് പറയും. അപ്പൊ അദ്ദേഹത്തോട് എന്തോ കടപ്പാട് ഈ ലൂക്കിനുണ്ടായി. എന്താ കടപ്പാട് നമുക്ക് അറിഞ്ഞു. ആ അദ്ദേഹത്തിന് അന്ന് 2 ഗ്രന്ഥങ്ങൾ പുരസ്കാരമായി സമ്മാനിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കൊച്ചു കാര്യമല്ല. അന്ന് ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് വിലപ്പെട്ടതായ കാര്യമാണ്. അത്ര ഈസിയായി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നില്ല. ഇന്നത്തെ പോലെ ഉള്ള സൗകര്യങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഗ്രന്ഥം എഴുതുക എന്ന് പറഞ്ഞാൽ ഗ്രന്ഥരചന അന്ന് വളരെ പാടുള്ള, ഇന്നും ഗ്രന്ഥരചന വളരെ പാടുള്ള കാര്യമാണ്. അപ്പൊ ഇത്ര വിഷമിച്ച് ഇത്ര ബുദ്ധിമുട്ടി ഈ ശ്രമകരമായ ഒരു ജോലി അദ്ദേഹം ഏറ്റെടുത്ത് 2 ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന് സമ്മാനിച്ചു. ഈ ലൂക്ക് ആരാണ്? കഴിഞ്ഞ ഒരാഴ്ചയിൽ പറഞ്ഞതുപോലെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒത്തിരി ആൾക്കാരെ കാണാൻ നമുക്കൊക്കെ ആഗ്രഹമുണ്ട്. എനിക്കും ആഗ്രഹമുണ്ട്. ആദ്യം യേശുവിനെ തന്നെ കാണുമെന്നായിരിക്കും നമുക്ക് എല്ലാവർക്കും ആഗ്രഹം. ഒരാൾ പറഞ്ഞ് ഞാൻ യേശുവിനെ 1000 വർഷം യേശുവിനെ തന്നെ കണ്ടുകൊണ്ടിരിക്കും, പിന്നെ ബാക്കിയുള്ളവരെ കാണും എന്നാണ്. അപ്പൊ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒത്തിരി ആഗ്രഹങ്ങൾ, പലരെ കാണാൻ നമുക്ക് ആഗ്രഹമുണ്ട് അല്ലേ? എനിക്കും ആഗ്രഹമുണ്ട്. ഞാൻ ഏതായാലും ലൂക്കിനെ തപ്പി കണ്ടുപിടിച്ചിട്ട് നല്ലൊരു ഹസ്താനമൊക്കെ ചെയ്ത് ഒരു താങ്ക്സ് പറയും. ഈ ഗ്രന്ഥം വളരെ മനോഹരമായ ഈ ഗ്രന്ഥങ്ങൾ സമ്മാനിച്ചത്. അപ്പൊ ഈ അദ്ദേഹത്തോട് നമ്മൾ വളരെ കടപ്പാടുള്ളവരാണ്. കാരണം അത്ര മനോഹരമായ സമാനതകളില്ലാത്ത ഗ്രന്ഥങ്ങൾ സമ്മാനിച്ചതാണ്. അൺപാരൽ വർക്ക്. സമാനതകളില്ലാത്തതായ 2 ഗ്രന്ഥങ്ങൾ അദ്ദേഹം ക്രൈസ്തവ സഭയ്ക്ക് സമ്മാനിച്ചു എന്നുള്ളതിൽ ക്രൈസ്തവ സഭ അദ്ദേഹത്തോടെ കടപ്പെട്ടവരാണ്. അപ്പൊ ഈ ലൂക്ക് ആരാണ് എന്ന് അറിയാൻ ആകെ കൂടെ നമുക്ക് ബൈബിളിൽ 3 വാക്യങ്ങളിൽ, ലൂക്കിനെ കുറിച്ച് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് 3 വാക്യങ്ങളേ ഉള്ളൂ. ഈ 3 വാക്യങ്ങളും പൗലോസ് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് മാത്രമല്ല, ഈ 3 വാക്യങ്ങൾ അദ്ദേഹത്തിന്റെ കാരാഗ്രഹ ലേഖനങ്ങളിൽ നിന്നാണ് വന്നിട്ടുള്ളത്. 3 വാക്യങ്ങളും എഴുതിയിട്ടുള്ളത്. അവ ഏതാണ് നമുക്ക് നോക്കാം. കൊലോസ്യ ലേഖനം 4 കൊലോസ്യർ 4 അധ്യായത്തിന്റെ 14 വാക്യം. വൈദ്യനായ പ്രിയ ലൂക്കോസും പിന്നെ ദേമാസും നിങ്ങളെ വന്ദനം ചെയ്യും. ഇവിടെ ലൂക്ക് ഒരു ഫിസിഷ്യൻ ആയിരുന്നു, ഡോക്ടറായിരുന്നു. നോക്കാം, പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഏക ഡോക്ടർ അദ്ദേഹം. ഈ 4 അധ്യായത്തിന്റെ 14 വാക്യത്തിൽ 2 പേരേ ഉള്ളൂ. അതിൽ ഒരാളെ പ്രിയ എന്ന ആ പദം ഉപയോഗിച്ചാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. വൈദ്യനായ പ്രിയ ലൂക്കോസും ദേമാസും നിങ്ങളെ എന്ത് ചെയ്യുന്നു? വന്ദനം ചെയ്യുന്നു. ഇനി 4 അധ്യായത്തിന്റെ തന്നെ 10 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു. അരിസ്തർഹോസും ബർന്നബാസിന്റെ മച്ചനായ മർക്കോസും അവനെ കുറിച്ച് നിങ്ങൾക്ക് കൽപ്പന കിട്ടിയിട്ടുണ്ടല്ലോ. അവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ കൈക്കൊള്ളുകയും യുസ്തോസ് എന്ന് പറയുന്ന യേശു നിങ്ങളെ വന്ദനം ചെയ്യുന്നു. പരിച്ഛേദനക്കാരിൽ ഇവർ മാത്രം ദൈവരാജ്യത്തിന് കൂട്ടുവേലക്കാരായി എനിക്ക് ആശ്വാസമായി മതി. ഇവിടെ പരിച്ഛേദനക്കാരിൽ ഇവർ മാത്രം ദൈവരാജ്യത്തിന് കൂട്ടുവേലക്കാരായിട്ട് എനിക്ക് എന്ത് ചെയ്തു? ആശ്വാസം അയച്ചു. ഇവിടെ അരിസ്തർഹോസ്,
മർക്കോസ്, യുസ്തോസ് എന്നീ 3 പേരുടെ പേരുകളാണ്. അതിൽ യുസ്തോസിന്റെ മറുപേര്, മറ്റൊരു പേര് യേശു എന്നാണ്. ജീസസ്. ജീസസ് എന്ന പേര് ഒരു കോമൺ നെയിം ആയിരുന്നു. ജോഷുവ ഒരു കോമൺ നെയിം ആയിരുന്ന പോലെ ജീസസ് എന്നുള്ള പേര് ഒരു കോമൺ നെയിം. അപ്പോൾ ഇവിടെ 3 പേരെ കുറിച്ച് വന്നിട്ട് അവരെ കുറിച്ച് പ്രത്യേകമായ അവരെ ഒരു പ്രത്യേക കാറ്റഗറിയിൽ നിർത്തിയിരിക്കുന്നത് കാണാൻ കഴിയും അല്ലേ? അതെന്താണ്? നിങ്ങളെ വന്ദനം ചെയ്യുന്ന പരിച്ഛേദനക്കാരിൽ ഇവർ മാത്രം ഉണ്ടോ? പരിച്ഛേദനക്കാരിൽ ഇവർ മാത്രം. പരിച്ഛേദനക്കാരെന്ന് പറയുന്ന ആരാണ്? യഹൂദന്മാരാണ്. അപ്പൊ യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് മാനസാന്തരപ്പെട്ട് വന്ന് തന്നോടൊപ്പം പ്രവർത്തിക്കുന്നതായ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ 3 പേരുടെ പേര് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഇവർ 3 പേരും പരിച്ഛേദനക്കാരായിരുന്നു, ഇസ്രായേലിയരായിരുന്നു, യഹൂദന്മാരായിരുന്നു നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ആ ലിസ്റ്റിൽ ആരെ പെടുത്തിയിട്ടില്ല? ലൂക്കനെ പെടുത്തിയിട്ടില്ല, ദേമാസിനെ പെടുത്തിയിട്ടില്ല. പേരുകൊണ്ട് അത് ജെന്റൈൽ നാമങ്ങളാണ്, പുറജാതീയ പേരുകൾ. അതുകൊണ്ട് വേദപണ്ഡിതന്മാർക്ക് ശക്തമായ ഒരു അഭിപ്രായമുണ്ട്, ഈ ലൂക്ക് ഒരു വിജാതീയ കൺവേർട്ടായിരുന്നു. ഹി വാസ് എ ജെന്റൈൽ കൺവേർട്ട്. അപ്പൊ അത് ശരിയാണെങ്കിൽ പുതിയ നിയമത്തിലെ 27 ഗ്രന്ഥങ്ങളിൽ ഗ്രന്ഥരചന നടത്തിയ ഏക വിജാതീയ കൺവേർട്ട് ലൂക്ക്. മറ്റുള്ളവരെല്ലാം യഹൂദന്മാരാണ്. മാത്യു, മാർക്ക്, ജോൺ, പോൾ, പീറ്റർ, ജെയിംസ്, പീറ്റർ, ജോൺ, ഇവരെല്ലാവരും എല്ലാവരും അവർ യഹൂദന്മാരാണ്. എന്നാൽ പുതിയ നിയമത്തിൽ 27 ഗ്രന്ഥങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് യഹൂദനല്ലാത്ത വിജാതീയനായ ഏക വ്യക്തി ലൂക്കാണ്. സോ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് he was a Gentile convert. അത് മാത്രമല്ല, രണ്ടാമതായി അദ്ദേഹം ഒരു ഫിസിഷ്യൻ ആയിരുന്നു, ഒരു ഡോക്ടറായിരുന്നു. ഡോക്ടർ, പുതിയ നിയമത്തിലെ ഏക ഡോക്ടർ. ആ ഡോക്ടർ എന്ന നിലയിൽ താന് മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് പ്രവർത്തിച്ചു. മാനസാന്തരപ്പെട്ടതിന് ശേഷം പൗലോസിന്റെ കൂട്ടുപ്രവർത്തകനായി, പൗലോസിന്റെ ഒരു പ്രിയ സ്നേഹിതനായിട്ട്. ഇനി നമുക്ക് മറ്റൊരു വാക്യം വായിക്കാം. ഫിലിമോൻ 24-ാമത്തെ വാക്യം. അരിസ്തർക്കോസും ദേമാസും ലൂക്കോസും നിനക്ക് വന്ദനം ചെയ്യുന്നു. ഒന്നും കൂടെ വായിക്കാം. എന്റെ കൂട്ടുകാരനായ മർക്കോസും അരിസ്തർക്കോസും ദേമാസും ലൂക്കോസും നിനക്ക് വന്ദനം ചെയ്യുന്നു. ഇവിടെ ക്രിസ്തുയേശുവിന്റെ സഹബദ്ധനായ എപ്പഫ്രാസും എന്റെ കൂട്ടുമാലക്കാരനായ മർക്കോസും അരിസ്തർക്കോസും ദേമാസും ലൂക്കോസും നിനക്ക് വന്ദനം ചെയ്യും. ഈ ലിസ്റ്റിൽ എപ്പഫ്രാസ് ഉണ്ട്, മർക്കോസ് ഉണ്ട്, അരിസ്തർക്കോസ് ഉണ്ട്, ദേമാസ് ഉണ്ട്, ലൂക്കോസ്. 5 പേര് പൗലോസിന്റെ കൂട്ടുപ്രവർത്തകരാണ്, സഹപ്രവർത്തകരാണ്. സോ കൂടെ പ്രവർത്തിക്കുക, ഒരു ഫെലോ വർക്കർ. ആരുടെ ഫെലോ വർക്കർ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം. ഈ ക്രൈസ്തവ ചരിത്രത്തിൽ ഇതുപോലെ സാഹസികനായ ഒരു വ്യക്തിയില്ല, ഒരു മിഷണറി ഇല്ല. സഭാചരിത്രങ്ങൾ വായിച്ചു നോക്കി ഇതുപോലെ അഡ്വഞ്ചറസ് ആയിട്ടുള്ളതായ ഒരു ആളത്വത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എവിടെ പോയി വേണേലും അടി ചോദിച്ചു വാങ്ങിക്കുന്നതാണ്. എവിടെ പോയാലും സുവിശേഷത്തിന് വേണ്ടി അടി ഇഷ്ടം പോലെ കൊള്ളാൻ തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്തും ചെയ്യാൻ സന്നദ്ധം. സുവിശേഷത്തിന് യേശുവിന് വേണ്ടിയാണോ എന്തും ചെയ്യും. കടലിൽ കൂടെ യാത്ര ചെയ്യണോ, കടലിൽ കൂടെ യാത്ര ചെയ്യും. കരയിൽ കൂടെ യാത്ര ചെയ്യണോ, കരയിൽ കൂടെ യാത്ര ചെയ്യും. ദൈവാലയത്തിൽ പോകണോ, ദൈവാലയത്തിൽ പോകും. പള്ളിയിൽ പോകണോ, പള്ളിയിൽ പോകും. കാരാഗ്രഹത്തിൽ പോകണോ, കാരാഗ്രഹത്തിൽ പോകും. ഇതുപോലെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള സാഹസികനായ ഒരു വ്യക്തിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല. അദ്ദേഹത്തിന് ഒരു കംഫർട്ട് സോൺ ഉണ്ടായിരുന്നു.
ഒരു സുഖജീവിതമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ആ കംഫർട്ട് സോണിന് വെളിയിലായിരുന്നു അദ്ദേഹം എപ്പോഴും. ആ ഒരു കംഫർട്ട് അനുഭവിച്ചത് രക്തസാക്ഷിയായതിനു ശേഷമാണെന്ന് എനിക്ക് തോന്നുന്നു. അതുവരെയും ഒരു സുഖം അനുഭവിക്കാത്ത, സുവിശേഷത്തിന് വേണ്ടി ഒരു സുഖം അനുഭവിക്കാത്തതായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തെ കുറിച്ച് ചരിത്രകാരന്മാർ എഴുതിയിരിക്കുന്നത് 20,000 മൈൽ അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട്. 20,000-ഓളം മൈൽ അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട്. അതിൽ പകുതിയും സമുദ്രത്തിലൂടെയാണ് യാത്ര ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളത് കാൽനടയായിട്ട് അദ്ദേഹം യാത്ര ചെയ്തു. സുവിശേഷത്തിന് വേണ്ടി എന്തും സഹിക്കാൻ തയ്യാറായ സാഹസികനായ ഒരു ആൾ. അദ്ദേഹത്തിന്റെ കൂട്ടുപാലക്കാരനായിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു ചോയ്സാണ് അല്ലേ? അദ്ദേഹം ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ അന്ന് അദ്ദേഹത്തിന്റെ കൂടെ അങ്ങ് യാത്ര ചെയ്തേക്കാന്ന് നമ്മളാരെങ്കിലും വിചാരിക്കും. സുവിശേഷത്തിന് വേണ്ടി ഇന്ന് അമേരിക്കയിലും ഗൾഫിലും നോർത്ത് ഇന്ത്യയിലും പോകുന്ന പോലുള്ളതായ യാത്രകളല്ലായിരുന്നു. എവിടെയെങ്കിലും ചെല്ലുമ്പോൾ സ്വീകരിക്കാൻ ആളുണ്ടായിരുന്നു, സ്വാഗതം ചെയ്യാൻ ആളുണ്ടായിരുന്നില്ല, വെൽക്കം ആരുമില്ല, ഹസ്തദാനം ചെയ്യാൻ ആരുമില്ല, വീട്ടിൽ വിളിച്ചുകൊണ്ടുപോയി സൽക്കരിക്കാൻ ആരുമില്ല. ഒന്നും ഇല്ലാതിരുന്ന, ക്രിസ്ത്യാനികൾ ആരും ഇല്ലാതിരുന്ന, സഭകളില്ലാതിരുന്ന അക്കാലത്ത് സുവിശേഷവുമായി ലോകം മുഴുവൻ ചുറ്റുക എന്ന് പറഞ്ഞാൽ അതുപോലെ സാഹസികതയുള്ള ഏതൊരു പ്രവൃത്തിയും. അദ്ദേഹത്തിന്റെ കൂട്ടുവേലക്കാരനായിരിക്കാൻ ലൂക്കോസ് തയ്യാറായി. അതൊരു കൊച്ചു കാര്യമാണ്. അദ്ദേഹത്തിനൂടെ ഇറങ്ങിത്തിരിച്ചാൽ ഈ അടിയല്ലാതെ ഒന്നും കിട്ടാനില്ല, സമ്പാദ്യമായിട്ട് വേറെ ഒന്നും കിട്ടാനായിട്ടില്ല. ആത്മാക്കളെയും കിട്ടും. അടി കിട്ടിയാലേ ആത്മാക്കൾ കിട്ടുന്ന സന്തോഷം. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭൂമിയിൽ ഒന്നും നേടാതെ ആത്മാക്കളെ മാത്രം നേടിയ ഒരു മനുഷ്യന്റെ സഹപ്രവർത്തനായിരിക്കാൻ ലൂക്ക് തയ്യാറായി. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എന്തൊരു ചോയ്സാണത്. ദൈവത്തിന് ഇഷ്ടം. സുവിശേഷത്തിന് വേണ്ടി സുഖം അനുഭവിക്കുന്ന ദൈവദാസന്മാരെ ഓർത്ത്, ഞങ്ങളെ പോലെയുള്ളവരെയൊക്കെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നാൽ സുവിശേഷത്തിന് വേണ്ടി സുഖം അനുഭവിക്കാത്ത ഒത്തിരി ആൾക്കാര് ഇതിനു വേണ്ടി മരിച്ചു. അതുകൊണ്ടാണ് ഇന്ന് നാം സുഖം അനുഭവിക്കുന്നത്. ദൈവത്തിന് മഹത്വം. ഡോക്ടർ ലൂക്ക് അദ്ദേഹത്തിന്റെ ഒരു സഹപ്രവർത്തനായിരിക്കാൻ താൻ ആ പൊസിഷൻ തെരഞ്ഞെടുക്കാൻ ചെയ്തത്. പോൾ മരിക്കുമ്പോൾ അദ്ദേഹത്തിന് കയ്യിൽ കാര്യമായിട്ടൊന്നും ഉണ്ട്. നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം പെട്ടെന്ന്. തിമോഥെയോസിന്റെ പുസ്തകത്തിലേക്ക്. തിമോഥെയോസിന്റെ ഏറ്റവും ഒടുവിലത്തെ ഗ്രന്ഥം 2-ാം അധ്യായത്തിന്റെ 4-ാം അധ്യായം 4-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. ലൂക്കോസ് മാത്രമേ എന്നോട് കൂടിയുള്ളൂ. അവിടെ വളരെ ശ്രദ്ധേയമായ ഒരു പ്രയോഗം കാണാൻ. ലൂക്കോസ് എന്നോട് കൂടി ഉണ്ട് എന്നല്ല പറയുന്നത്, പിന്നെന്താ പറയുന്നത്? ലൂക്കോസ് മാത്രമേ എന്നോട് കൂടി ഉള്ളൂ. അതിന്റെ അർത്ഥം എന്താണ്? പലരും വിട്ടുപോയി എന്നാണ് അതിന്റെ അർത്ഥം. ലൂക്കോസ് മാത്രമേ എന്നോട് കൂടി ഉള്ളൂ. ആരൊക്കെ വിട്ടുപോയെന്ന് നമുക്ക് നോക്കാം. 4-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യം. 9 മുതൽ വായിച്ചിട്ട് വേഗത്തിൽ എന്റെ അടുക്കൽ വരുവാൻ ഉത്സാഹിക്കുക. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. കൂടെ നടന്നയാളാണ്. പക്ഷേ ഒടുവിൽ വളരെ അത്യാവശ്യമായി, എമർജൻസി ആയിട്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യം ആവശ്യമുള്ള സമയത്ത് ദേമാസ് ഈ മിഷണറി പേരിനെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. പോകാൻ കാരണമുണ്ട്. ദൈവം ലോകത്തെ സ്നേഹിച്ച പോലെ സ്നേഹിച്ച കാര്യമല്ല, ലോകത്തെ സ്നേഹിച്ച ഇദ്ദേഹം തെസ്സലോനിക്കയിലേക്ക് പോയി. അടുത്ത വാക്യം. ക്രേസ്കേസ് ഗലാത്യയ്ക്കും തീത്തോസ് ദൽമത്യയ്ക്കും പോയി. രണ്ടുപേരും പൗലോസിനെ വിട്ട് അവരിഷ്ടപ്പെട്ട മറ്റു സ്ഥലങ്ങളിൽ പോയി. അടുത്ത വാക്യം. ലൂക്കോസ് മാത്രമേ എന്നോട് കൂടിയുള്ളൂ. അത് പറയുമ്പോൾ ആ പൗലോസിന്റെ ഫീലിംഗ് എന്തായിരുന്നു നിങ്ങൾക്കൊന്ന് ചിന്തിക്കാമോ? അവസാന നിമിഷം, ജീവിതത്തിന്റെ ലാസ്റ്റ് മൂമെന്റ് ആണ്. ഏത് സമയത്തും രക്തസാക്ഷിയായി തീരാം. താനിത് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ റോമിൽ നീറോയുടെ ഉദ്യോഗസ്ഥൻ
ഇദ്ദേഹത്തിന്റെ കഴുത്ത് വെട്ടാനുള്ള കത്തി തേച്ചു മിനിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നൊരാൾ എഴുതി. കൊട്ടാരത്തിലെവിടെയോ രാജാവിന്റെ ചക്രവർത്തിയുടെ സേവകൻ സർവസംഘപരിത്യാഗിയായി അവസാനം വരെ ജീവിച്ച ഒരു മിഷണറിയുടെ കഴുത്ത് വെട്ടാൻ ആ വാള് മിനിക്കൊണ്ടിരിക്കുന്നു. പൗലോസ് കാരാഗ്രഹത്തിന്റെ ഇരുണ്ടറയിൽ കിടന്നുകൊണ്ട് പേനയെടുത്ത് എഴുതുകയാണ്. ലൂക്കോസ് മാത്രമേ. ആ ശബ്ദത്തിൽ ഒരു തേങ്ങൽ വേദന നമുക്ക് കാണാനായിട്ട് സാധിക്കും. എല്ലാവരും വിട്ടുപോയി, ഒരാൾ മാത്രമേ എന്നോട് കൂടെയുള്ളൂ. ദൈവത്തിന്റെ മഹത്വം അവസാനം വരെ ഒട്ടിച്ചേർന്ന് നിന്ന ഒരു മനുഷ്യനെ നമുക്ക് ലൂക്കോസിൽ കാണാം. പൗലോസിനോടുകൂടെ അവസാനം വരെ ഒട്ടിച്ചേർന്ന് നിന്ന ഈ ലൂക്കിനെ കുറിച്ച് ഇത്ര മനോഹരമായ ഒരു ചിത്രം 3 വാക്യങ്ങളിൽ കൂടെ നമുക്ക് ലഭിക്കാൻ. He was a Gentile. He was a physician. ആദ്യത്തെ ഒരു മിഷണറി ഡോക്ടറാണ് അദ്ദേഹം. ആദ്യത്തെ മിഷണറി ഡോക്ടറാണ്. ലോകം കണ്ട ആദ്യത്തെ മിഷണറി ഡോക്ടർ. പൗലോസിനോട് യാത്ര ചെയ്തു. പൗലോസിന്റെ കൂട്ടുവേലക്കാരനായി തീർന്നു. അതൊരു ചോയ്സ് ആയിരുന്നു. ദൈവത്തിന്റെ മഹത്വം അവസാനം വരെ എല്ലാവരും വിട്ടുപോയപ്പോൾ ഒട്ടിച്ചേർന്ന് നിന്ന ലൂക്ക്, ഒട്ടിച്ചേർന്ന് നിന്ന ലൂക്ക് സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, സുവിശേഷത്തിന് വേണ്ടി പൗലോസിനോടുകൂടെ ഒട്ടിച്ചേർന്നു. ഞാൻ നിങ്ങളോട് കാര്യം പറയട്ടെ, ലൂക്കോസ് എഴുതുന്ന ഏതെങ്കിലും ഒരു പ്രിസ്ക്രിപ്ഷൻ, ഈ മരുന്നിന്റെ കുറിപ്പ്, മരുന്നിന്റെ കുറിപ്പടി എങ്ങും വായിക്കുന്നില്ല. അദ്ദേഹം ഏതെങ്കിലും രോഗികളെ ചികിത്സിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും നമുക്ക് കേട്ടിട്ടില്ല. എന്നാൽ ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ, അദ്ദേഹം മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിന് വേണ്ടി വന്നതിന് ശേഷം അദ്ദേഹം എഴുതിയ 2 വാല്യങ്ങൾ ലോകത്തിൽ സമാനതകളില്ലാത്ത ഗ്രന്ഥമായി നിൽക്കുകയാണ്. ദൈവത്തിന് മഹത്വം, കർത്താവിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മത്തായി മാനസാന്തരപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസിൽ വിട്ടു. എഴുതുന്നത് നിർത്തിവെച്ചു. ഇനി മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പം പിന്നെ ജോലി തുടരാമെന്ന് വിചാരിച്ചില്ല. അത് ക്രിസ്തുവിന് സ്റ്റാൻഡാണ് ചേരുന്നില്ല എന്ന് മനസ്സിലാക്കി ആ ജോലി ഉപേക്ഷിച്ച് ഓഫീസിൽ നിന്ന് ഇറങ്ങി. പക്ഷേ താൻ മാനസികപ്പെട്ടപ്പോൾ പേനായി മാനസാന്തരപ്പെട്ടെന്നാ പറയുന്നത്. അദ്ദേഹം മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ കള്ളക്കണക്ക് എഴുതുന്നതിന് പകരം ആ പേന കൊണ്ട് എഴുതിയ ഗ്രന്ഥമാണ് ഈ മത്തായി സുവിശേഷം. ദൈവത്തിന് മഹത്വം. പൗലോസിനോടുകൂടെ സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച ലൂക്ക് മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് മരുന്ന് കുറിപ്പടി എഴുതാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ആ പേന ദൈവത്തിന്റെ സ്തോത്രം കുത്തിയിരുന്ന് ക്രിസ്തുവിനെ കുറിച്ചും സഭയെ കുറിച്ചും എഴുതുവാൻ അദ്ദേഹം സമയം കണ്ടെത്തി. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ജീവിതം ഷോർട്ടാണ്, ജീവിതം ചെറുതാണ്, അത് വേഗത്തിൽ തീരും. ക്രിസ്തുവിന് വേണ്ടി എന്ത് നേടിയോ അത് നിത്യത വരെ. ദൈവത്തിന് സ്തോത്രം ഉണ്ടായിരിക്കട്ടെ. ലൂക്കോസിന്റെ സേവനങ്ങളെല്ലാം അദ്ദേഹം മാനസാന്തരപ്പെട്ടില്ലായിരുന്നെങ്കിൽ ലോകം അറിയില്ലായിരുന്നു. ഫിസിഷ്യൻ എന്നുള്ള നിലയിൽ ജീവിച്ച് ഇവിടെ മരിക്കുമായിരുന്നു. ലോകം അദ്ദേഹത്തെ അറിയില്ല. ലോകം അദ്ദേഹത്തെ അറിയുന്നതിന് ഒരു കാരണമുണ്ട്. സുവിശേഷത്തെ തന്റെ പേന കൊണ്ട് സുവിശേഷം എഴുതി, സഭാചരിത്രം എഴുതി, യേശുവിന്റെ ചരിത്രം എഴുതി. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങൾ ലോകത്തിൽ നേടിയതും ലോകത്തിന് വേണ്ടി ചിലവഴിച്ചതും ലോകത്തിൽ പോലും അറിയപ്പെടുകയില്ല, നിത്യതയിലും അറിയപ്പെടുകയില്ല, ഒരു മുതൽക്കൂട്ടായിരിക്കുകയില്ല. എന്നാൽ യേശുവിന് വേണ്ടി നിങ്ങൾ ഒരു അണിവിരളെങ്കിലും അണക്കിയിട്ടുണ്ടെങ്കിൽ, ഒരു പെനിയെങ്കിലും ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു ചൂടെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ, യേശുവിനെ കുറിച്ചൊരു വാക്കെങ്കിലും നിങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് വരികയില്ല. ആ നിത്യതയിൽ ഒരു മുതൽക്കൂട്ടായിരിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കും.